എന്നോട് ഇതേപോലെ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലിരിക്കുക. അപ്പോൾ പേര് പറയാം. അപ്പം എൻ്റെ ക്ലാസ്സിലുള്ള ഇത് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്ക് ബെഞ്ചിലിരിക്കുക ഞാൻ. ക്ലാസ് ഫ്രീ പീരീഡാണ്. ഫ്രീ പീരീഡ് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്റെ ക്ലാസ്സിലാണെങ്കിൽ ശരണ്യാദേവി, ഉമാദേവി പോലത്തെ ചില +2 വേറെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനത്തെ നാടൻ പാവം പിടിച്ച കുട്ടികൾ. അപ്പൊ അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയേ ഉള്ളൂ, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കുട്ടിയേ ഉള്ളൂ. അവളാണെങ്കിൽ പഠിക്കുകയും ചെയ്യും, അഹങ്കാരിയാണ്. അപ്പൊ ഇവള് ക്ലാസ്സിൽ ബാക്കിൽ ഇരുന്നിട്ട് എന്റെ അടുത്ത് വെച്ച് നിൽക്കുന്നുണ്ട്. എന്റെ അടുത്ത സുഹൃത്താ സയ്യിദിന് ആരെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, ആരെങ്കിലും. ആ അവസ്ഥയാണ്. പഠിക്കുകയില്ല, തോറ്റിരിക്കുകയാണ്. ക്ലാസ്സിൽ നിന്ന് സാറ് എല്ലാ ദിവസവും അടി കിട്ടുന്ന ഒരു സയ്യിദ്. അപ്പൊ സയ്യിദിന് ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഉമേഷ് വന്നിട്ട് പറഞ്ഞു, ശരണ്യാദേവി സയ്യിദ് ഒന്ന് ലവ് പண்றான் എന്ന് പറഞ്ഞു. അപ്പൊ പോ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഉമാ സയ്യിദ് ഒന്ന് ലവ് പண்றான் എന്ന് പറഞ്ഞു. തരുതല എന്ന് പറഞ്ഞു. ഇവരൊക്കെ ആട്ടി വിടുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവന് മച്ചാ ഉണക്ക് ഇതും സെറ്റ് ആവാതടാ വിട്ടറാ എന്നൊക്കെ പറഞ്ഞു സയ്യിദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഈ പഠിപ്പിച്ചിട്ട് പെണ്ണിനെ വിളിച്ചിട്ട് ഗായത്രി ധ്യാനം ലവ് പண்றாന്ന് പറഞ്ഞു പെട്ടെന്ന്. ഞാൻ ഡേ മച്ചാ. ഇവള് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ലുക്ക് അങ്ങനെ ധനാണം. അപ്പൊ ഇവൻ എന്നോട് മച്ചാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവൻ പിന്നെ എന്താ സംസാരിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇവള് ഇന്റർവ്യൂ ലഞ്ച് ബ്രേക്ക് ആയപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പഠിക്കുന്ന കുട്ടി, ബുദ്ധിയുള്ള കുട്ടി, സൗന്ദര്യമുള്ള കുട്ടി, അത്യാവശ്യം പഠിക്കുന്ന ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ട് പെൺകുട്ടി. ഞാനാണെങ്കിലും ക്ലാസ്സിലേ പോവാത്ത അല്ല, ആ ഫ്രീ പീരീഡ് അന്ന് ഉള്ളതുകൊണ്ടാണെന്നൊന്നും ക്ലാസ്സിൽ പോയെന്നെ രണ്ടുപേരെ കാണാന്നൊക്കെ വെച്ച്. അങ്ങനെ എന്നോട് വന്നിട്ട് അവൻ എൻകിட்ட சொன்னதெல்லாம் ഉണ്മയാന്ന് ചോദിച്ചു. അപ്പൊ ഇവ എന്തോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്മതാ ഗായത്രി എന്ന് പറഞ്ഞു. എനക്കാകെ ഉയരെ കൊടുപ്പേന്ന് சொன்னியாமே. അപ്പൊ ഞാൻ ഉയരത്തരുത് ഒറ്റ ഡയലോഗാ, ഐ ലവ് യു ധ്യാൻ. ഒന്നുമില്ല. അപ്പൊ ഇവൻ എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് മച്ചാൻ നോക്കി സെറ്റ് അയച്ചില്ല. എന്നിട്ട് ഇവന് ഞാൻ 500 രൂപയും കൊടുത്ത് സാധനം കഴിഞ്ഞ് 500 രൂപയും കൊടുത്ത്. പിന്നെ ഇവള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, പിന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, വീട്ടിൽ അപ്പ ரொம்ப സ്ട്രിക്റ്റ്, போன பர்த்டேக்கு ஃபோன் கேட்டேன் கொடுக்க மாட்டேன்றாரு, தயவு செஞ்சு எனக்கு ഫോൺ വാങ്ങി തരിക എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ. ഫോണോ? അപ്പൊ എനിക്ക് കുറച്ച് ഇത് മനസ്സിലായി. ഞാൻ ഫോൺ അന്നേരം കുഴപ്പമില്ല, ഫോൺ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിൽ നിന്നൊക്കെ എൻ്റെ കയ്യിലാണ് ഒന്ന് രണ്ട് അന്ന് ഫോണൊക്കെ വന്ന സമയമാണ്, ചെറിയ സമയം. അങ്ങനെ ഫോണും കൊടുത്ത് സംസാരമൊക്കെ ആയി. പിന്നെ അവള് എനിക്ക് വന്ന ഫോൺ കിട്ടിയതിന് ശേഷം അവൾക്ക് വേറൊരാളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ അവള് സ്കൂള് കഴിഞ്ഞപ്പോഴേക്ക് ലാസ്റ്റ് +2 മോഡൽ എക്സാമിന് തൊട്ട് ഒരു മാസം മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവളെ കണ്ടതുമില്ല. എനിക്കൊന്ന് ഇവക്ക് വേറെ ഏതോ ലവ് ഉണ്ടായിരുന്നു. അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ലാസ്സിൽ അത്യാവശ്യം പൈസ ഉള്ളതിന് സ്കെച്ചിട്ട് തന്നെ എഴുതിയെന്ന് എനിക്ക് പിന്നെ സംശയം പോയി. എന്നെ വിളിക്കൂല, ഇവിടെ ഫോൺ എപ്പോഴും ബിസി. പിടിച്ച് കിട്ടുക അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിൽ ഇതുപോലത്തെ പല രീതിയിലും ഇമോഷണൽ വർക്കൗട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട്. ഞാൻ പറയണില്ല. ഇതേപോലെ തിയേറ്ററിന്ന് നമ്മള് ക്ലബും ക്ലബിൽ നിന്നൊക്കെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച നീ പോയാൽ മതി, വെള്ളി ശനി ഞായറൊക്കെ ആരെങ്കിലുമൊക്കെ സെറ്റാവും. കാരണം അന്നൊക്കെ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഉള്ള പോലെയോ എന്നുള്ള ഫേസ്ബുക്കോ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഹുക്കപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമൊക്കെ ഈ ക്ലബിലും ഇതിലൊക്കെ ആണ് നടക്കുക. ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ്, അവരിത്. പിന്നെ സിംഗിള് അങ്ങനത്തെ സാധനം ഉണ്ട്. കമ്മിറ്റഡ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. നിനക്ക് ലവ് പ്രേമമുണ്ട്, നിനക്ക് കമ്മിറ്റഡ് സിംഗിൾ ആണെന്നൊന്നും ചോദിക്കൊന്നുമില്ല. ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു ഇത് പോകുന്നു, ഒരു 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു, ഡേറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു, അടുത്തയാള്. എന്റെ കോളേജിലൊക്കെ ആകുമ്പോ ഇത് തന്നെ. ഇതിലിപ്പോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല, ആർക്കും ഇല്ലായിരുന്നു. അതായിരുന്നു ഒരു കാലം. അത് ഭയങ്കര വസന്തകാലമായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ആരും മേ ബി ഞാൻ കണ്ടിരുന്ന ആ സർക്കിളിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയണല്ലോ, അവർക്കെല്ലാം തന്നെ അതൊക്കെ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്സും. ഈ അർപ്പിതയാണ് നമ്മുടെ കമ്പാനിയനാവണ്ടേ, അങ്ങനെ തോന്നിയൊരു സമയം അല്ലല്ല. അർപ്പിത നമ്മളെ കൂടെ ഒരുപാട് കാലമായിട്ട് അർപ്പിത സുഹൃത്തായിട്ടും ഇതായിട്ടൊക്കെ ഒരുപാട് കാലം. കാരണം അർപ്പിത ഡൽഹി പഠിച്ചു, പിന്നെ ചെന്നൈയിൽ വന്ന് പഠിച്ചു. അവിടെ നിന്ന് തൊട്ടിട്ട് എനിക്ക് ആ ഓർക്കുട്ട്, ഹൈഫൈ ഓർക്കുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ടുള്ള പരിചയം. ഇപ്പൊ 2007. അപ്പൊ അന്നൊക്കെ തൊട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉള്ള സമയം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ
അപ്പൊ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തു ഒരുപാട് വർഷം. ഓക്കെ, അങ്ങനെ ഒരാൾ മാത്രമേ നമ്മുടെ കൂടെ കുറെ ഒരു നീണ്ട കാലയളവോളം നമ്മുടെ കൂടെ സുഹൃത്തായിട്ടും ഒരു 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 സ്റ്റഡി ആയിട്ട് ഒരാളോട് നമ്മളോട് നിന്ന പുള്ളിക്കാരി മാത്രമാണ്. ബിക്കോസ് എന്നെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അന്തവും കുന്തവും ഇല്ല, മേലാകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളുടെ കൂടെ ഒരാള് സുഹൃത്തായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും ഒരാളെയും കീപ്പ് ഇൻ ടച്ച് ചെയ്യലോ അല്ലെങ്കിൽ ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ നിന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. എനിക്ക് നിന്നെ ആയിട്ട് നല്ല പരിചയമുണ്ട്, ബന്ധമുണ്ട്. ഇപ്പൊ മീഡിയയിലുള്ള എത്ര പേര് ആരെയും ഞാൻ വിളിക്കാറില്ല, ഫോൺ എടുക്കില്ല. കാരണം നമ്മളുള്ള സ്ഥലത്ത് സമയത്ത് നന്നായി ആ ഒരു സമയം ചെലവഴിക്കുക, ഇതാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എപ്പോഴും ഈ മറ്റേ ഒരു പ്രസ് മീറ്റ് പറഞ്ഞില്ലേ, നമ്മള് ഭയങ്കര കഴിവുള്ള ആളാവണമെന്നുണ്ട് ഇല്ല, നമുക്ക് ഒരുപാട് എന്താ പറയാ പണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത്. ഇത് എപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് ലൈഫിൽ ഹിറ്റ് അടിച്ചപ്പോഴാണ് നമ്മൾ നൈസായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലയളവല്ലേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു റിയാലിറ്റി അല്ലേ. നമ്മളിപ്പോ ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും ഇനി നാളെ നീ ചത്തു. ഓക്കെ, അപ്പൊ നമ്മളൊരാളെ ഓർക്കുന്ന സമയത്ത് നമ്മൾ അയാൾ മരിച്ചു പോയതിനു ശേഷം നമ്മൾ പറയില്ലേ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഉള്ള സമയത്ത് നല്ല ഓർമ്മകളും നല്ല സംഭവം ഉണ്ടാക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധങ്ങളൊക്കെ തന്നെ ഒരു എല്ലാം ഒരു 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 ഡിറ്റാച്ച്ഡ് ആണ് എല്ലാവരും. അതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് വർക്കായിട്ടുള്ള ഒരു സാധനം അതാ. അത് വീട്ടിലുള്ള ആൾക്കാരുമായിട്ടായിക്കോട്ടെ എല്ലാവരുമായിട്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും സെറ്റ് ബാക്സ് കിട്ടിയിട്ടുള്ളതൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം. അപ്പൊ അന്നോട്ടൊക്കെ നമ്മൾ ഒരു കാലയളവ് മുഴുവൻ വളരെ ഒറ്റയ്ക്കും ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. സുഹൃത്തുക്കളില്ല, ഒരു വീട്ടുകാരില്ല, അങ്ങനെയുള്ള സമയത്തൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ ആ സമയമൊക്കെ നമ്മളെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നാളെ ഇപ്പൊ പിന്നീട് സിനിമയിൽ വരും എന്നൊന്നും നമ്മളന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അന്നേ ഡിറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോഴും കുറേ സുഹൃത്തുക്കൾ വന്നപ്പോഴും നമ്മള് കാരിഡ് അവേ ആയില്ല. കുറെ ആൾക്കാർ നമ്മളോട് ഇത് ചെയ്യുന്നു. പിന്നെ വീണില്ല. ഞാൻ ചെറുപ്പം മുതൽ ഇത് കാണുന്നത് കൊണ്ട് തന്നെ ഉള്ളത് ഫാദർ കാണാത്ത ഫാദറിനെ ഇത് ചെയ്യാത്തതൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ശീലങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഇതുള്ളതെന്ന് വെച്ചാൽ കമ്പനി അടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അച്ഛനൊക്കെ നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാ ദിവസവും ആഘോഷവും പാർട്ടിയും പരിപാടിയൊക്കെ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മദ്യപാനവും ഇതൊക്കെ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ ആരും വിളിക്കാതായി, നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഇല്ലാതായി. കാരണം ഈ സോഷ്യൽ സർക്കിളൊക്കെ നിലനിന്നിരുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന കമ്പനി കൂടലും ഇതിന്റെ എല്ലാവരും നമ്മളെ വിളിക്കില്ല ആൾക്കാർ. ഒന്നും കൊണ്ടല്ല, അവനെ വിളിച്ചിട്ട് അവൻ അടിക്കില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കാലം വന്നു. സോ ഹാപ്പി ടു എന്താ പറയണ്ട അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോവാൻ ഓക്കെ ആയിരുന്നു. ഞാനിവിടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഷൈൻ ടോം ചാക്കോന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് റോണി ഡേവിഡ് രാജ് ഒരു ബൈറ്റ് പറയുന്നുണ്ട്. അതായത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഷൈൻ പറയാണ്, എൻ്റെ അച്ഛൻ എന്നെ നോക്കി എൻ്റെ പിന്നാലെ നടന്ന് പോയടാ, ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ചെവിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിങ്ങി പൊട്ടിക്കരയാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒപ്പം ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് റോണി പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി ഉണ്ടാവുള്ളൂ, എന്തൊക്കെ വന്നാലും അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇതൊക്കെ താൽക്കാലിക ലഹരി മാത്രമാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാണ്ടായിരുന്നു.